ഗുഡ് ഈവനിങ് ഡേസ്, ഗുഡ് ഈവനിങ് ഇൻവെസ്റ്റേഴ്സ്. ഈ അതിലിക്കൽ എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. അങ്ങനെ വളരെയധികം പോസിറ്റീവായിട്ടുള്ള ദിവസമാണ് ഇന്നും നമുക്ക് കിട്ടിയത്. തുടർച്ചയായ 3 ദിവസം നിഫ്റ്റി ഇപ്പോൾ പോസിറ്റീവായ രീതിയിൽ ക്ലോസ് നടത്തി. 22,800 എന്ന് പറയുന്ന മേജർ റെസിസ്റ്റൻസ് സോൺ മറികടന്ന് 22,900 മുകളിൽ നിഫ്റ്റിക്ക് ഇന്ന് ക്ലോസ് ചെയ്യാനായിട്ട് പറ്റി. കൂടാതെ ഇന്നത്തെ മാർക്കറ്റിന്റെ പ്രത്യേകത മിഡ് ക്യാപ്പ് സ്റ്റോക്കുകൾ, മിഡ് ക്യാപ്പ് സെക്ടറുകൾ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തു എന്നുള്ളതാണ്. ഇന്നലെ ഈവൻ US മാർക്കറ്റ് നെഗറ്റീവ് ആയിട്ട് പോലും ഡോയും നാസ്ഡാക്കും റെഡിൽ ക്ലോസ് ചെയ്തിട്ട് പോലും അത് ഇന്ത്യൻ മാർക്കറ്റിനെ അത് നെഗറ്റീവ് ആയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. കൂടാതെ FIs ഏറെ നാളുകൾക്ക് ശേഷം ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് തിരികെ വന്നു. അവർ ഇന്നലെ ബൈയിങ് മോഡിലായിരുന്നു എന്നുള്ളതും നമുക്ക് പോസിറ്റീവായ രീതിയിൽ തന്നെ എടുക്കാം. ഇന്നത്തെ FIസിന്റെ ആക്ടിവിറ്റീസ് ഞാൻ ഈ വീഡിയോസ് എല്ലാം തന്നെ പോസ്റ്റ് ചെയ്യുന്നത് FIസിന്റെ ആക്ടിവിറ്റീസ് വരുന്നതിന് മുമ്പാണ്. പക്ഷേ ഈ വീഡിയോയുടെ കമന്റിൽ നമ്മളുടെ സ്ഥിരം കാണുന്ന സുഹൃത്തുക്കൾ FIs DAs ആക്ടിവിറ്റീസ് പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് വീഡിയോയിൽ അത് ഉൾപ്പെടുത്താനായിട്ട് പറ്റാത്തത്. അപ്പൊ ഇൻഡെക്സ് ഹെവി വെയിറ്റ് സ്റ്റോക്കുകൾ സ്റ്റിൽ ഇന്ന് ബൈയിങ് മോഡിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. HDFC, ICICI ബാങ്ക് എല്ലാം തന്നെ ഇന്ന് പോസിറ്റീവായ രീതിയിൽ കോൺട്രിബ്യൂട്ട് നടത്തി. നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും നല്ല രീതിയിൽ കോൺട്രിബ്യൂഷൻ നടത്തി. എങ്കിലും IT സെക്ടറുകളിൽ ആ ഒരു നെഗറ്റിവിറ്റി ഇപ്പോഴും വിസിബിൾ ആണ്. TCS, ഇൻഫോസിസ് പോലെയുള്ള മുൻനിര IT സ്റ്റോക്കുകളിൽ ആ ഒരു റാലി അല്ലെങ്കിൽ നിഫ്റ്റിയുടെ പ്രൊപ്പോർഷനായിട്ടുള്ള റാലി ഒന്നും തന്നെ നമ്മൾ കണ്ടില്ല. ബജാജ് ഓട്ടോ ഇന്നൊരു 2% ഒരു റാലി രേഖപ്പെടുത്തി. രാജീവ് ബജാജ് CEO MD ആയിട്ട് അടുത്ത 5 വർഷത്തേക്ക് നിയമിച്ചു എന്നുള്ള ഒരു ന്യൂസാണ് ഉള്ളത്. ഏറെ നാളുകളായിട്ട് നമ്മളുടെ എല്ലാ ആളുകളുടെയും പോർട്ട്ഫോളിയോയിലെല്ലാം തന്നെ വലിയ തോതിൽ ഇടിവിലായിരുന്ന ഡിഫൻസ് സ്റ്റോക്കുകൾ, എസ്പെഷ്യലി കൊച്ചിൻ ഷിപ്പ്യാർഡ്, ഗാർഡൻ ഷിപ്പ് ബിൽഡേഴ്സ്, HAL, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് കമ്പനീസ്, മസഡോൺ ഷിപ്പ് ബിൽഡേഴ്സ് കമ്പനീസ് എല്ലാം തന്നെ ഇന്ന് ഗംഭീരമായ ഒരു റാലി രേഖപ്പെടുത്തി. 11 മുതൽ 11% വരെ കൊച്ചിൻ ഷിപ്പ്യാർഡ് എല്ലാം തന്നെ 7%. ഇതിൽ എടുത്തു പറയേണ്ടത് ഗാർഡൻ ഷിപ്പ് ബിൽഡേഴ്സ് ആണ്. 20% അപ്പർ സർക്യൂട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അതോടെ ഞാൻ നേരത്തെ പറഞ്ഞത് ഇന്ന് മിഡ് ക്യാപ്പ് സ്റ്റോക്കുകൾ നല്ല രീതിയിലുള്ള ഒരു റാലി രേഖപ്പെടുത്തി. അപ്പൊ നിഫ്റ്റി കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് റാലി രേഖപ്പെടുത്തിയപ്പോൾ അതിനോട് മുഖം തിരിച്ച് നിന്ന കുറച്ച് ആളുകളൊക്കെ ഉണ്ടാവാം. അതായത് എന്റെ ബൈയിങ് റേഞ്ചിലേക്കൊന്നും എത്തിയിട്ടില്ലല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ തോതിൽ സന്തോഷം ഒന്നും തന്നെ പ്രകടിപ്പിക്കാത്ത ആളുകൾ അവരും ഇന്ന് സന്തോഷവാന്മാരായിരിക്കണം. കാരണം മിഡ് ക്യാപ്പ് സ്റ്റോക്കുകളാണ് ഏറെ കുറെ ആളുകളെല്ലാം തന്നെ ഹോൾഡ് ചെയ്യുന്നത്. അതിലും ഇതുപോലെയുള്ള ഈ ഡിഫൻസ് സ്റ്റോക്കുകൾ ഒരുപാട് ആളുകൾ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരുടെ എല്ലാം തന്നെ പോർട്ട്ഫോളിയോയിൽ ഇന്നത്തെ ദിവസം നല്ലൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഇനി സൺ TV, മാക്സ് ഹെൽത്ത് കെയർ, ഹഡ്കോ, ടിറ്റാഗ്ര ഗ്രാഹ് തുടങ്ങിയ കമ്പനീസ്, കൂടാതെ തന്നെ ക്യാംസും CDSL തുടങ്ങിയ കമ്പനീസും ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഷുഗർ സ്റ്റോക്കുകളിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമെന്നുള്ള കാരണം കൊണ്ട് ബൽറാമുൻ ചിനി പോലെയുള്ള സ്റ്റോക്കുകൾ ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. പ്രധാനമായിട്ടും ഗോൾഡ് നമ്മളുടെ മാർക്കറ്റിൽ പവന് 90,000 കവിഞ്ഞു എന്നുള്ള ന്യൂസാണ് ഉള്ളത്. 10 ഗ്രാമിന് 90,000 ഇന്ത്യയിൽ ആദ്യമായിട്ട് ആണ് ഈ ഒരു 90,000 എന്ന് പറഞ്ഞ റേഞ്ച് 10 ഗ്രാമിന് എത്തി നിൽക്കുന്നത് എന്നുള്ള ന്യൂസാണ്. ഇന്റർനാഷണൽ മാർക്കറ്റിലും പെർ ഔൺസിന് $3,000 മറികടന്ന് $3,024 പെർ ഔൺസ് ആയിട്ടുണ്ട്. ഇനി ഏവിയേഷൻ കമ്പനിയായിട്ടുള്ള ഇൻഡിഗോ നിഫ്റ്റി 50യിലേക്കൊക്കെ ഇൻക്ലൂഷൻ വന്നേക്കാം എന്നുള്ള ന്യൂസാണ് ഉള്ളത്. നിഫ്റ്റി 50യുടെ റീസ്ട്രക്ചർ നടക്കുമ്പോൾ ഇതെല്ലാം തന്നെ പരിഗണിക്കുമെന്നുള്ള ന്യൂസ് ഉണ്ട്. ഇൻഡിഗോ ആയിട്ട് ബന്ധപ്പെട്ട് മറ്റുള്ള ന്യൂസുകളും ഉണ്ട്, അതൊക്കെ നമുക്ക് വഴിയെ ഡിസ്കസ് ചെയ്യാം. ഇനി JRI ഇൻഫ്രാ പ്രൊജക്ട് കമ്പനി ഇന്ന് 10% റാലി രേഖപ്പെടുത്തി. അവരായിട്ട് ബന്ധപ്പെട്ടുള്ള ഓർഡർ കിട്ടിയ ന്യൂസുകളെല്ലാം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. യൂറോസോണിന്റെ എല്ലാം തന്നെ ഇൻഫ്ലേഷൻ ഡേറ്റ വന്നു. കൂടാതെ തന്നെ സെലൻസ്കി ഈ ഒരു വർഷം ഇവരുടെ വാറ് 3 വർഷം പിന്നിടുന്നുണ്ട്. ഈ ഒരു വാറ് തുടങ്ങിയിട്ട് റഷ്യയായിട്ട്. അപ്പൊ ഈ ഒരു വാറ് ഈ വർഷത്തോടെ കൂടിയിട്ട് ഈ വാറ് നിൽക്കും എന്ന് സെലൻസ്കിയുടെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായമുണ്ട്. പുടിനും ട്രംപായിട്ടുള്ള ചർച്ചകളെല്ലാം തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു യുദ്ധം അവസാന ഘട്ടത്തിലേക്കൊക്കെ എത്തിയേക്കാം എന്നുള്ള ശുഭപ്രതീക്ഷകളാണ് ഉള്ളത്. ഇനിയിപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ന് US മാർക്കറ്റിൽ നിന്ന് ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനങ്ങളെല്ലാം തന്നെ വരുന്ന സുപ്രധാനമായിട്ടുള്ളൊരു ദിവസമാണ്. ഫെഡറൽ ഓപ്പൺ കമ്മിറ്റി ചെയർമാൻ ജെറോം പവലിന്റെ പ്രസ്താവനകൾക്ക് വേണ്ടിയിട്ട് ലോകം കാതോർത്ത് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്നുള്ളത്. ഇനി ഗ്ലോബൽ മാർക്കറ്റ് നമുക്ക് നോക്കാം. ഈ വരുന്ന ഞായറാഴ്ചയാണ് നമ്മുടെ കൊച്ചി ഓഫീസിൽ വെച്ച് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷന്റെ ഓഫ്ലൈൻ ക്ലാസ് ഉള്ളത്. കുറഞ്ഞ ഫീസിൽ ക്ലാസ് റൂമിൽ ഇരുന്ന് നമുക്ക് പഠിക്കാം, ഒരുമിച്ചിരുന്ന് പഠിക്കാം. അപ്പോൾ താഴെ കാണുന്ന ഫസ്റ്റ് കമന്റിൽ നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് സീറ്റ് ബുക്ക് ചെയ്യാം.
ഗ്ലോബൽ മാർക്കറ്റിൽ നോക്കാം, ഏറ്റവും താഴെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റിൽ മിക്സ്ഡ് ആയിട്ടുള്ള സെന്റിമെന്റ്സ് ആണ്. FTSE UK നെഗറ്റീവ് ആണ്, CAC 40 ഫ്രാൻസ് ഫ്ലാറ്റ് ആണ്, ഡാക്സ് 100 പോയിന്റ് ഇടിഞ്ഞു, വിക്സ് ഇന്ത്യ വിക്സ് ഇന്ന് ഇടിഞ്ഞിട്ടില്ല, 13.26 ആണ്, ഏറ്റവും താഴെന്നാണ് ഇപ്പോൾ റീഡ് ചെയ്യുന്നത്. ഡോ ഫ്യൂച്ചർ 48 പോയിന്റ് പ്ലസ് ആണ്. ജപ്പാൻ, കൊറിയ, ചൈന, ഓസ്ട്രേലിയ മാർക്കറ്റുകളെല്ലാം തന്നെ മിക്സ്ഡ് അവസ്ഥയിൽ. ഗോൾഡ് കാണാം $3039 per ounce. ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ 83,000 എന്ന റേഞ്ചിലാണ് ഇപ്പോൾ ബിറ്റ്കോയിന്റെ നിൽപ്പ്. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈസെൽ റെക്കമെൻഡേഷൻ അല്ല, മാർക്കറ്റിലുള്ള സ്റ്റോക്കുകളുടെ വാർത്തകൾ മാത്രമാണ്. മർക്കൻസ് ഫാർമ കമ്പനി, ഇവര് UK-യിൽ നിന്ന് ഇവർക്ക് ഒരു പുതിയ ഓർഡർ കിട്ടിയതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. ഇവരുടെ മെഡിസിന് UK-യിലെ ഡ്രഗ് കൺട്രോൾ അതോറിറ്റി അംഗീകാരം കൊടുത്തതായിട്ടുള്ള ന്യൂസാണ് മർക്കൻസ് ഫാർമയെ സംബന്ധിച്ചുള്ളത്. NBCC കമ്പനി 2353 കോടി രൂപയുടെ ഇവരുടെ പുതിയ റെസിഡൻഷ്യൽ പ്രൊജക്റ്റിൽ നിന്ന് സെയിൽസിലൂടെ കമ്പനിക്ക് ലഭിച്ചതായിട്ടുള്ള ന്യൂസ് NBCC കമ്പനീസിനെ സംബന്ധിച്ചുണ്ട്. പ്രിൻസ് പൈപ്പ്, PVC പൈപ്പ് നിർമ്മാതാക്കളാണ് പ്രിൻസ് പൈപ്പ്. അപ്പോൾ ഇവരുടെ ബീഹാറിലുള്ള യൂണിറ്റിൽ നിന്ന് കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ കമ്പനി ആരംഭിക്കുമെന്നുള്ള ന്യൂസാണ് പ്രിൻസ് പൈപ്പിനെ സംബന്ധിച്ചുള്ളത്. വിപ്രോ, ലീഡിംഗ് IT കമ്പനിയായിട്ടുള്ള വിപ്രോ NVIDIA എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ചിപ്പ് നിർമ്മാണ കമ്പനിയായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു എന്നുള്ള ന്യൂസ് ഉണ്ട്. ഐഡിയ കമ്പനി അവസാനം ജിയോക്കും എയർടെലിന് ശേഷം സ്റ്റാർലിങ്ക് ആയിട്ട് ടൈപ്പ് ചെയ്യാനായിട്ട് ഐഡിയയും തീരുമാനിച്ചു എന്നുള്ള ന്യൂസ് ഉണ്ട്. ഐഡിയ എന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ബജാജ് ഇലക്ട്രിക്കൽ കമ്പനി ഇവരുടെ പുതിയ പ്ലാന്റ് 300 കോടി രൂപയുടെ ഇവരുടെ പ്ലാന്റ് വികസിപ്പിക്കുകയാണ്. പുതിയ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി എക്സ്പാൻഡ് ചെയ്യുകയാണെന്നുള്ള ന്യൂസാണുള്ളത്. ITD സെമന്റേഷൻ കമ്പനിക്ക് 10 കോടി രൂപയുടെ ഓർഡർ കിട്ടിയതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. L&T കമ്പനി അമരാവതി അർബൻ ഇൻഫ്ര പ്രൊജക്ട് 800 കോടി രൂപയുടെ പ്രൊജക്ട് ഇവർക്ക് കിട്ടിയതായിട്ടുള്ള ന്യൂസാണുള്ളത്. TCS കമ്പനി, IT കമ്പനിയായിട്ടുള്ള TCS ന്യൂസിലാൻഡിലുള്ള എയർ ന്യൂസിലാൻഡ് ആയിട്ട് ഇവർ പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. ഓറോബിന്റെ ഫാർമ കമ്പനി, US ഡ്രഗ് കൺട്രോൾ അതോറിറ്റി ഇവരുടെ ഇൻസ്പെക്ഷൻ പ്ലാനിൽ ഇൻസ്പെക്ഷൻ നടത്തി ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് കൈമാറി എന്നുള്ള ന്യൂസാണുള്ളത്. REC കമ്പനി ₹1.80 ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു എന്നുള്ള ന്യൂസ്. വണ്ടർല കമ്പനി, കൊച്ചി ആസ്ഥാനമായിട്ടുള്ള അമ്യൂസ്മെന്റ് പാർക്ക് കമ്പനിയാണ് വണ്ടർല. അപ്പോൾ സമ്മർ സീസൺ വരികയാണ്, സ്കൂൾ അടയ്ക്കുകയാണ്. അപ്പോൾ ഇവരുടെ റവന്യൂ ഫോർകാസ്റ്റ് എല്ലാം തന്നെ 5 മുതൽ 10% വരെ ഉയർന്നേക്കാമെന്ന് കമ്പനി അഭിപ്രായപ്പെട്ടു. അൾട്രാടെക് സിമെന്റ് കമ്പനി, ഇവരുടെ സിമെന്റ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉയർത്തുകയാണെന്ന് അൾട്രാടെക് സിമെന്റ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ സിമെന്റ് നിർമ്മാതാക്കളാണ് അൾട്രാടെക് സിമെന്റ്. ജ്യോതി സ്ട്രക്ചർ കമ്പനിക്ക് 1800 കോടി രൂപയുടെ ഓർഡർ ഓൾറെഡി തന്നെ ഇവരുടെ ഓർഡർ ബുക്ക് സഫീഷ്യന്റ് ഓർഡർ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള ന്യൂസാണ് ജ്യോതി സ്ട്രക്ചറിനെ സംബന്ധിച്ചുള്ളത്. ഇൻഡിഗോ കമ്പനിക്ക് 2030 കൂടിയിട്ട് 600 എയർക്രാഫ്റ്റുകൾ കമ്പനി സ്വന്തമായിട്ടുണ്ടാവും. ഇതിൽ A350 പോലെയുള്ള വലിയ ഫ്ലൈറ്റുകൾ ഉൾപ്പെടെ ഉള്ള ഫ്ലൈറ്റുകൾ കമ്പനി സ്വന്തമായിട്ടുണ്ടാവും. നിലവിൽ ഡൊമസ്റ്റിക് മേഖലയിൽ ഏറ്റവും കൂടുതൽ സർവീസ് നടത്തുന്ന ഇൻഡിഗോയാണ്. ഇന്റർനാഷണൽ സർവീസുകൾ അടുത്തിടെ തന്നെ ഇൻഡിഗോ എക്സ്പാൻഡ് ചെയ്തിരുന്നു. ഇന്ന് ഫെർട്ടിലൈസർ കമ്പനി, ഇതിൽ കൊറോമൻഡൽ, ചമ്പൽ ഫെർട്ടിലൈസർ, ഈ 2 കമ്പനിയെ സംബന്ധിച്ചുള്ള ന്യൂസാണ്. ഗവൺമെന്റ് യൂറിയയുടെ ഇമ്പോർട്ട് അതിന്റെ റെസ്ട്രിക്ഷൻസ് എല്ലാം തന്നെ എക്സ്റ്റെൻഡ് ചെയ്തതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. അപ്പോൾ ചമ്പൽ ഫെർട്ടിലൈസർ എല്ലാം തന്നെ ഇന്ന് 3.5% ഒരു ഗെയിൻ രേഖപ്പെടുത്തി. ജിയോ ഫിനാൻസ് കമ്പനി, അലയൻസ് ആയിട്ട് ജിയോ ഫിനാൻസ് പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു എന്നുള്ള ന്യൂസാണുള്ളത്. അപ്പോൾ കമ്പനികളുടെ പേര് ഞാൻ വളരെ മാക്സിമം ക്ലാരിറ്റിയോടെ പറയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. സ്ക്രീനിൽ എഴുതാനുള്ള റെസ്ട്രിക്ഷൻ നമുക്കുണ്ട്. അപ്പോൾ നാളെ രാവിലെ 7:00 പ്രീ മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.